കണ്ടത് ഉപ്പാന്റെ ജോഗിംഗ് പാർട്ണർ ആണ്. ഞാൻ ഓൾക്ക് സലാമൊക്കെ കൊടുത്തുകൊണ്ട് ഞാൻ പരിപാടിയിലോട്ട് പോവാണ്. പരിപാടി എന്ന് വെച്ചാൽ എന്റെ അമ്മായിന്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പൊ അതിന് വേണ്ടിട്ട് പോയതായിരുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോ ഇത്രയും വലിയ ബഹുമാനമാണ് എന്റെ ഏട്ടന് നിങ്ങൾക്ക് തോന്നിയില്ല. എന്നാ തോന്നാൻ വരട്ടെ, അത് ബഹുമാനം കൊണ്ടല്ല പേടിയോണ്ടാണ്. ഞാൻ ക്യാമറ പൊക്കി ചെന്ന് കഴിഞ്ഞാൽ നീലക്കോയിലിന്റെ സ്ഥാനമാണ് എനിക്ക് വീട്ടിൽ. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ബസ് ഇറങ്ങി പൊക്കത്തിൽ നിന്ന് കുട്ടിനെ കാണാനെന്ന് പറഞ്ഞ മാരിയായി പോയി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ കൂടെ എന്റെ പ്ലേറ്റിന്റെ പാതിനെ കാണാൻ ചീത്ത പറയാനായിട്ട് കുറച്ച് ടീംസ് വാതിൽക്കത്തിനെ കാത്തുണ്ടായിരുന്നു. വേറെ ഒന്നും ഉണ്ടല്ല. ഉച്ചക്ക് ചോറുണ്ടാൻ ടൈമിൽ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായില്ല. അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. പക്ഷേ ചോറ് കൊടുക്കൽ കഴിഞ്ഞു എന്നുള്ള എല്ലാം കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനം. അല്ലേ പിന്നെ മനുഷ്യൻ പേടിക്കൂലേ, രാവിലത്തെ ഫുഡോ കിട്ടിയില്ല, ഉച്ചക്കത്തും കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഹലോ ഹലോ, നമ്മളെ അതേ സുഹൃത്തുക്കളെ, ഇവനാണ് ഈ കഥയിലെ നായകൻ, ഇവനാണ് ഈ വീടിന്റെ ഓണർ. ഇറക്കി വീടായിരുന്ന മതി. അപ്പൊ നീലക്കോയിൽ ജസ്റ്റ് നമ്പർ 1 കഴിഞ്ഞില്ല, ഞാൻ ജസ്റ്റ് നമ്പർ 2 കാണിച്ചാൽ അതെന്റെ മൂത്തം വേണ്ട ആൾ. ഞാൻ വീടെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ ഒന്ന് സ്കൂട്ടർ എന്താ സംഭവിക്കുന്ന അറിയാത്ത എന്റെ അമ്മയും ഈ വീടെടുത്താലും 4-5 ആൾക്കാരെ കാണുള്ളൂ എന്നുള്ള ഒരു പുച്ഛതാത്തോടുകൂടി നോക്കും. നിന്റെ മൂത്തമ്മനായിട്ട് നമ്മൾ കണ്ടത് ഹൗസ് വാമിംഗ് ട്രെൻഡിങ് കളർ വൈറ്റ് ആണല്ലോ. അപ്പൊ ഞങ്ങളൊരു വൈറ്റ് പിടിച്ചതായിരുന്നു. പക്ഷെ അത് വേറെ എന്തൊക്കെയോ ആയിപ്പോയി. ആ വൈറ്റ് ഷർട്ട് ഇല്ലാണ്ട് ആളിന്റെ യൂണിഫോം എടുത്തിട്ട് വന്നിട്ട് എന്നിട്ട് എന്തൊരു മെനയായില്ല. അങ്ങനെ പരിപാടിക്ക് എത്താൻ വൈകിയതുകൊണ്ട് തന്നെ രാവിലെ തിളച്ചു പൊന്തിയ പാല് ക്വാണ്ടിറ്റി കുറഞ്ഞോ എന്ന് നോക്കിയായിരുന്നു ഞാൻ. അപ്പൊ എന്തായാലും അടുപ്പ് കാണണല്ലോ. അങ്ങനെ അതും കണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ചെമ്പട്ടിന്റെ ഒച്ചയിട്ടത്. അപ്പൊ മണ്ടി ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പാത്രത്തിലാക്കാൻ തുടങ്ങിക്കണേ. ഏതായാലും ഈ സമയത്ത് എത്തിയതോട് കഴിച്ചിലായി. കുറച്ചുകൂടി വൈകിട്ടെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. ഇങ്ങോട്ടും പറയല്ല, പുറത്തുനിന്ന് വന്ന ആളുകളിൽ കൂടുതൽ വീട്ടിലുള്ളവരാണ്. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇനി 1-2 പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. വേഗം വിട്ട് ടേബിൾ നമുക്ക് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ തിരിഞ്ഞു നോക്കിയത് എല്ലാവരും ഇല്ലെന്ന്. ഫുഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുഞ്ഞുപൂനെ കണ്ടത്. ആരെയും വന്നിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ടൊരു മൈൻഡ് ഇല്ലായിരുന്നു. ആൾക്ക് അടുത്ത പരിപാടി എന്താ ഫോട്ടോ എടുക്കില്ല. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ട് റെഡി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ 2 ഫോട്ടോ എടുത്ത് വെച്ചാണ് എന്റെ അളാപ്പി ഇളമി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റൊമാൻസ് വരട്ടിയാണ്. റൊമാൻസ് വരാൻ വേണ്ടി വയറുള്ളിലോട്ട് തള്ളി പിടിച്ചിരിക്കുന്നത് എന്റെ അപ്പാനായിട്ട് കണ്ടത്. പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അപ്പൊ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല, സമയമില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് കുളിക്കാനും നനയ്ക്കാനും പറ്റിയതുകൊണ്ട് എന്റെ കാരണന്മാർ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് അവരുടെ ഒരു കോലവും രൂപവും എനിക്ക് കിട്ടണം. അതെ, ഈ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് യോജിക്കുന്നു. ഇപ്പൊ പെണ്ണാളിൽ നിന്ന് തുടങ്ങിയപ്പോഴേ ഇപ്പൊ ചെറുതായിട്ട് കുളിനാനൊക്കെ നമുക്ക് വാട്സിൻ ബാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ വന്നതാട്ട് എന്റെ അനിയത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയൊരു ചാക്കന്നെ. ഇതിന്റെ വീഡിയോസ് ഇടാനേ ഈ ഷോർട്സിലെ 3 മിനിറ്റ് തികയില്ല. അപ്പൊ അടുത്ത വീഡിയോസ് നമുക്ക് ഈ വാട്സിൻ മൈ ബാഗ് ആക്കിയാൽ. അപ്പൊ ഓക്കെ, ബൈ.